തരംഗമായി ബ്രഹ്മയുഗം കൊടുമൺ പോറ്റി സുപ്രീമസി ഇൻ ബോക്സ് ഓഫീസ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. തരംഗമായി ബ്രഹ്മയുഗം കൊടുമൺ പോറ്റി സുപ്രീമസി ഇൻ ബോക്സ് ഓഫീസ്. അങ്ങനെ കൊടുമൺ പോറ്റി ബോക്സ് ഓഫീസിന്റെ ആണിക്കല്ല് ഇളക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബ്രഹ്മയുഗം റിലീസ് ചെയ്ത ദിവസം കോടികളാണ് ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. മമ്മൂട്ടി എഫക്റ്റ് തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്തരത്തിലൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചതെന്ന് 100% ഉറപ്പാണ്. മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദർശനത്തിലെത്തിയ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. ചിത്രം ആഗോളതലത്തിൽ 6 കോടിയിലധികം രൂപ നേടി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 3.5 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ബുക്ക് മൈ ഷോയിൽ ചിത്രം റെക്കോർഡ് നേട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. 1,30,000-ഓളം ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിൻ്റെതായി പുറത്തു പോയിരിക്കുന്നത്. 1,33,000 എന്ന് കൃത്യമായി പറഞ്ഞാൽ. മുൻകൂർ ബുക്കിങ്ങിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് 1 കോടിയിലധികം രൂപ ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിജയുടെ ലിയോ 12 കോടി രൂപ നേടിയതാണ് കേരള ബോക്സ് ഓഫീസിലെ മികച്ച ഓപ്പണിംഗ്. മലൈക്കോട്ടെ വാല്യുവിന് 5.85 കോടി രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയുടെ ആഗോളതലത്തിൽ ഒന്നാമത് മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം 20.40 കോടി രൂപയായി തുടരുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ നേട്ടം എത്രത്തോളമാണെന്ന് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ആഗോളതലത്തിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമായ രൂപരേഖയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പിക്കുമ്പോൾ 10 കോടിക്കടുത്ത് ചിത്രം നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനിരിക്കെ ബ്രഹ്മയുഗം അതിന്റെ ഓട്ടം തുടരുകയാണ്. ലേറ്റ് നൈറ്റ് ഷോകൾ ഇപ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്യപ്പെടുന്നതും വലിയൊരു കാഴ്ചയായിട്ട് കാണുകയാണ്. ബ്രഹ്മയുഗത്തിന്റെ ഓരോ അപ്ഡേറ്റ്സിനും കിട്ടുന്ന വലിയ മുന്നേറ്റം അതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. മമ്മൂക്കയുടെ പുതിയ പരീക്ഷണം ഗംഭീര വിജയത്തിലേക്ക് മുന്നേറുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ കരുതാം. ബോക്സ് ഓഫീസ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് വളരെയധികം കളക്ഷനാണ്. അനൗദ്യോഗികമായ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ചിത്രം 7.7 കോടി രൂപ നേടി എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. ഏതായാലും പ്രൊമോഷന്റെ കാര്യത്തിൽ ഇപ്പോഴും വളരെയധികം പുറകിലാണ് ബ്രഹ്മയുഗം ടീം എന്ന് വ്യക്തമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു ടീമാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനോടകം തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമായിരുന്നു. മാത്രമല്ല, ചിത്രത്തിന് കൊടുക്കാവുന്ന പുതിയ പോസ്റ്ററുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആൻഡ്രോ ജോസഫും കൂട്ടരും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഇല്ലാതെയാണ് ഈ ചിത്രത്തിന് പുറകെ ഉള്ളതെന്ന് വ്യക്തമാവുന്ന കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. വേറെ ഏതെങ്കിലും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിരുന്നു ചിത്രം റിലീസിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെയല്ല ആവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇവരെല്ലാവർക്കും ബൈ ബൈ.